നമ്മൾ ഡൈനിങ് ഫിലോസഫേഴ്സ് പ്രോബ്ലത്തെ പറ്റിയാണ് നോക്കുന്നത്. അപ്പോൾ ഡൈനിങ് ഫിലോസഫേഴ്സ് പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർക്കുലർ ടേബിൾ ഉണ്ട്, അതിന് ചുറ്റും 5 ഫിലോസഫേഴ്സ് ഇരിക്കുന്നുണ്ട്. ഇവർക്കെല്ലാം നമ്മൾ 5 പ്ലേറ്റ് നൂഡിൽസ് കൊടുത്തിട്ടുണ്ട്, 5 ഫോർക്കുമാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് സിനാരിയോയിലേക്ക് പോവാം. ഇമാജിൻ 5 philosophers sitting around a circular table. Their lives consist of only 2 activities, thinking and eating. അവരൊന്നെങ്കിൽ തിങ്ക് ചെയ്യായിരിക്കും, ഇല്ലെങ്കിൽ ഈറ്റ് ചെയ്യായിരിക്കും. ഇനി the table. In the center is a large bowl of spaghetti. The tools. There are 5 forks on the table, one between each pair of philosophers. Each pair of philosophers-ൻ്റെ ഇടയ്ക്ക് ഒരു ഫോർക്കാണ് ഉള്ളത്. അങ്ങനെ 5 forks. The rule. To eat, a philosopher must have 2 forks, the one to their left and the one to their right. കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഫിലോസഫറിന് 2 ഫോർക്ക് ആവശ്യമാണ്. റൈറ്റ് സൈഡിൽ ഒരു ഫോർക്ക് വേണം, ലെഫ്റ്റ് സൈഡിലും ഒരു ഫോർക്ക് വേണം. ഇനി എന്താണ് ഇതിലെ ടെക്നിക്കൽ കോൺഫ്ലിക്റ്റ്? നമ്മൾ കമ്പ്യൂട്ടിംഗ് ടേംസിൽ ഫിലോസഫേഴ്സിനെ പ്രോസസ്സസ് അല്ലെങ്കിൽ ത്രെഡ് ആയിട്ടാണ് കാണുന്നത്. ഇനി നമ്മുടെ ഫോർക്കിനെയാണ് നമ്മൾ ഷെയർഡ് റിസോഴ്സസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഫോർക്കാണ് ഷെയർഡ് റിസോഴ്സസ് and the philosophers represent processes or threads. അപ്പോൾ എന്താണ് ഡെഡ്ലോക്ക് അല്ലെങ്കിൽ the infinite wait? Deadlock occurs when every philosopher speaks their left fork simultaneously. Now everyone holds one fork and is waiting for the right fork to become available. Since no one can eat, no one will ever drop their fork. The system is stuck forever. അതായത് എല്ലാവരും ചാടി ലെഫ്റ്റ് ഫോർക്ക് എടുക്കുന്നു, പക്ഷെ അവർക്ക് 2 ഫോർക്ക് ഉണ്ടെങ്കിലേ കഴിക്കാൻ പറ്റൂ. അപ്പോൾ അവരെന്ത് ചെയ്യും? റൈറ്റ് ഫോർക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യും. അതൊരിക്കലും വരില്ല. അപ്പോൾ ആർക്കും കഴിക്കാൻ പറ്റത്തില്ല, ആരും കയ്യിലിരിക്കുന്ന ഫോർക്ക് താഴെ വെക്കത്തുമില്ല. അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് ഇത് ഡെഡ്ലോക്കിലേക്ക് പോകുന്നത്. അതായത് സിസ്റ്റം ഇസ് സ്റ്റക്ക് ഫോർ എവർ. എന്താണ് സ്റ്റാർവേഷൻ? Starvation happens when a specific philosopher is never able to acquire both forks. This might happen if their neighbors are very fast eaters, constantly picking up and putting down forks so that the middle philosopher never finds a window where both forks are free. അതായത് ഒരു ഫിലോസഫർ ഉണ്ട്, അയാൾ നടുക്കിരിക്കുന്ന ഒരു ഫിലോസഫറാണ്, അയാൾക്ക് 2 ഫോർക്കും കിട്ടുന്നില്ല. കാരണം അയാളുടെ ഇപ്പുറത്തിരിക്കുന്ന ആൾ 2 ഫോർക്കും കോൺസ്റ്റൻ്റ്ലി എടുക്കുന്നുണ്ട്, താഴെ വെക്കുന്നുണ്ട്, കഴിക്കുന്നുണ്ട്, വെക്കുന്നുണ്ട്. പക്ഷേ ഈ ഫിലോസഫറിന് ആ ഫോർക്ക് എടുക്കാനൊരു ഗ്യാപ്പ് കിട്ടുന്നില്ല. അത് മറ്റേ ആൾ കോൺസ്റ്റൻ്റ്ലി പിക്കിംഗ് അപ്പ് ആൻഡ് പുട്ടിംഗ് ഡൗൺ ദ ഫോർക്കാണ്. അപ്പോൾ ഒരിക്കലും 2 ഫോർക്കും ഫ്രീ ആവുന്നില്ല, ഈ ഫിലോസഫറിന് കഴിക്കാനും പറ്റുന്നില്ല. അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് ഇത് സ്റ്റാർവേഷനിലേക്ക് പോകുന്നത്. ഇനി എന്താണ് ലൈവ് ലോക്ക് അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് മോഷൻ നോ പ്രോഗ്രസ്? ലൈവ് ലോക്ക് ഈസ് എ സ്റ്റേറ്റ് വെയർ ഫിലോസഫേഴ്സ് കീപ് ചേഞ്ചിങ് ദെയർ സ്റ്റേറ്റ് ഇൻ റെസ്പോൺസ് ടു ഈച്ച് അതർ ബട്ട് നെവർ ആക്ച്വലി ഈറ്റ്. For example, if they all pick up the left fork, see the right is missing, put the left down, wait a second, and all try again at the same time. അതായത് ഞാനിപ്പോൾ അതിനകത്തൊരു ഫിലോസഫറാണെന്ന് വിചാരിക്കുക, ഞാൻ എൻ്റെ ലെഫ്റ്റ് ഫോർക്ക് എടുത്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി റൈറ്റ് സൈഡിൽ ഫോർക്കില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ ലെഫ്റ്റ് ഫോർക്ക് താഴെ വെക്കും, എന്നിട്ട് വെയിറ്റ് ചെയ്യും. റൈറ്റ് സൈഡിൽ ഫോർക്കൊന്നും വരുന്നില്ല, അപ്പോൾ ഞാൻ വീണ്ടും എൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഫോർക്ക് എടുക്കും. ഇത് തന്നെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? എൻ്റെ സ്റ്റേറ്റ് ചേഞ്ച് ആവുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെയും ഇൻ റെസ്പോൺസ് ടു ഈച്ച് അതർ എവരിബഡീസ് സ്റ്റേറ്റ് ഈസ് ചേഞ്ചിങ് ബട്ട് നോ വൺ ഈസ് നെവർ ആക്ച്വലി ഈറ്റിംഗ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ലൈവ് ലോക്ക്, അതായത് കോൺസ്റ്റൻറ്റ് മോഷൻ ഉണ്ട്, പ്രോഗ്രസ് മാത്രം ഇല്ല. ഇനി there are proven solutions. To keep the system running, we must implement a synchronization protocol. The arbitrator, a waiter or a semaphore. Semaphore എന്ന് പറയുന്നത് നമുക്കറിയുന്ന ഒരു ഇൻറ്റിജർ വാല്യൂ ആണ്, അല്ലെങ്കിൽ ഡെഡ് ലോക്ക് പ്രിവെൻഷനൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടി ഒരു സോഫ്റ്റ്വെയർ ടൂളായിട്ട് യൂസ് ചെയ്യുന്നതാണ് സെമാഫോർ. ഇറ്റ് കൺട്രോൾസ് ആക്സസ്. Only 4 philosophers are allowed at the table at once, ensuring at least one person can always get 2 forks. അതായത് ഇപ്പോൾ 4 പേരാണ് ആ ടേബിളിൽ ഉള്ളതെങ്കിൽ ഒരാൾക്കെങ്കിലും 2 ഫോർക്ക് എപ്പോഴും കിട്ടും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? അപ്പോൾ ആ ഒരാൾക്ക് 2 ഫോർക്ക് കിട്ടുന്നു, അയാൾ കഴിച്ചു കഴിഞ്ഞു, അതിന് ശേഷം അടുത്ത ആൾക്ക് 2 ഫോർക്ക്, അങ്ങനെ നമുക്ക് ആ പ്രോബ്ലം സോൾവ് ചെയ്യാം. അത് ദ ആർബിട്രേറ്റർ. ഇനി റിസോഴ്സ് ഹൈറാർക്കി. അസൈൻ എ നമ്പർ ടു ഈച്ച് ഫോർക്ക്. Philosopher must always pick up the lower numbered fork first. This breaks the circular dependency. ഇപ്പോൾ നമ്മളൊരു സർക്കുലർ ടേബിളിലാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോ ഫോർക്കിനും ഓരോ നമ്പർ കൊടുക്കുകയാണ്. അപ്പോൾ ലോവേഡ് നമ്പർ ഫോർക്ക് ആദ്യം എടുക്കാൻ പാടുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? ആ സർക്കിൾ ഒന്ന് ബ്രേക്ക് ആവാൻ ചാൻസ് ഉണ്ട്. നമുക്കറിയാം സർക്കുലർ വെയിറ്റ് എന്ന് പറയുന്നത് ബ്രേക്ക് ആകുമ്പോൾ തന്നെ ഡെഡ് ലോക്ക് പ്രിവെൻഷൻ നടക്കും. അപ്പോൾ അങ്ങനെ റിസോഴ്സ് ഹൈറാർക്കി യൂസ് ചെയ്ത് നമുക്ക് ഇതിന് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാം. The odd even strategy.
Odd numbered philosophers pick up the left fork first, while even numbered philosophers pick up the right fork first. അതായത് ഓഡ് നമ്പർ ഫിലോസഫേഴ്സ് ലെഫ്റ്റ് ഫോർക്ക് എടുക്കുന്നു, ഈവൻ നമ്പർ ഫിലോസഫേഴ്സ് റൈറ്റ് ഫോർക്ക് എടുക്കുന്നു. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഡെഡ് ലോക്കിനെ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും. അവർക്ക് എല്ലാവർക്കും നമ്മുടെ നൂഡിൽസ് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഡൈയിങ് ഫിലോസഫേഴ്സ് പ്രോബ്ലം. താങ്ക് യു.